ഞങ്ങളുടെ പ്രതിനിധി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, നിലവിൽ എന്താണ് അവസ്ഥ? എന്തായാലും ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്, തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ കാരണം. പക്ഷേ ഡ്രോണിൽ ഉള്ള പരിശോധന തുടരുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എന്താണ് അവസ്ഥ? അനിൽ നമ്പ്യാർ, എന്തായാലും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന രാത്രിയിലും തുടരും എന്ന് തന്നെയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രവാൽ സൂചിപ്പിച്ചത്. അതുമാത്രമല്ല, ഇപ്പോഴും അവിടെ ഈ ബൂം ലെങ്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റ പ്രക്രിയ അതേ സ്ഥലത്ത് ഇപ്പോഴും ഈ രാത്രിയിലും തുടരുന്നുണ്ട്. അവിടെ ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, സൈന്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരടക്കം അവിടെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ മേജർ ഇന്ദ്രവാൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 ഇടങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് പുഴയിൽ. ഇതിൽ 3ാമത്തെ സ്പോട്ടിൽ അർജുന്റെ ട്രക്ക് ഉണ്ടാകാം എന്ന് തന്നെയാണ് ശക്തമായി കരുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 4 സ്ഥലങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്ന് റോഡിന്റെ സുരക്ഷാ കവചം, അതായത് ഈ സ്പോട്ടിൽ നിന്ന് ലഭിച്ച സിഗ്നലുകൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ റോഡിന്റെ സുരക്ഷാ കവചവും, 2ാമത്തെ സ്പോട്ടിൽ ഈ ടവറും, 3ാമത്തെ സ്ഥലത്ത് ഈ അർജുന്റെ ലോറിയും, ഈ 4ാമത്തെ സ്ഥലത്ത് ഈ ടാങ്കറിന്റെ ക്യാബിൻ എന്നിവയുടെ സാന്നിധ്യമാണ് എന്തായാലും ഇന്നത്തെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവ 4ഉം വെള്ളത്തിലായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നതും. എന്തായാലും ഈ അർജുന്റെ ഈ ലോറി കണ്ടെത്തിയെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് അത് റോഡിൽ നിന്ന് ഈ പുഴയിലേക്ക് ഏകദേശം 60 മീറ്റർ ദൂരെയാണ്. എന്തായാലും ലോറിയിൽ നിന്ന് തടികൾ വിട്ടുപോയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മണിയോട് കൂടെ തന്നെ ഈ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫിന്റെ സഹോദരനടക്കം, അതായത് ഈ തടികൾ കണ്ടു എന്ന് പറഞ്ഞപ്പെടുന്ന ആളുകൾ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഒരു 1.5 കിലോമീറ്റർ അകലെ, പ്രദേശത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെ 4 തടിക്കഷങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അതിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല, ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മേജർ ഇന്ദ്രവാൽ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ തടികൾ ലോറിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ട്രക്കും ഈ ക്യാബിനും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കമ്പനിയുമായി, അതായത് ഭാരത് ബെൻസിന്റെ കമ്പനിയുമായി സംസാരിച്ചപ്പോൾ അത്തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ക്യാബിൻ അത്ര എളുപ്പത്തിൽ നിന്ന് ലോറിയിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് പറയുന്നത്. എന്തായാലും ഈ സുരക്ഷാ ഉപയോഗിക്കണം, പ്രത്യേകിച്ച് ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, പ്രത്യേകിച്ച് ജീവന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇനി രാത്രിയിലും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ തണുത്ത കാലാവസ്ഥയിൽ കുറച്ചധികം സിഗ്നൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ശക്തമാക്കുകയും ട്രക്കിന്റെ പൊസിഷൻ ഏകദേശം ശക്തമായി തന്നെ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രക്കിന്റെ കൂടുതൽ സിഗ്നലുകൾ ലഭിച്ചത് 3ാമത്തെ സ്പോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്തും. ഏറ്റവും അടിത്തട്ടിലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുർഘടം പിടിച്ച കാര്യം എന്ന് പറയുന്നത് ഈ 3ാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ട്രക്കിന്റെ സിഗ്നൽ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഈ സ്പോട്ട് വളരെ ആഴത്തിലാണ്, അതായത് അടിത്തട്ടിലാണ്, ഏറ്റവും അടിത്തട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ നേവിയുടെ ഈ ഡൈവർ സംഘങ്ങൾക്ക് സ്വാഭാവികമായും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അടിയിൽ ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട്. അടിയിൽ മാത്രമല്ല, ഈ അപ്പർ കറന്റ് മേൽത്തട്ടിലും ഒഴുക്ക് ശക്തമാണ്. അതുപോലെ ഒരു നിമിഷം